പത്തനംതിട്ട ജില്ലയിലെ നിരണം പഞ്ചായത്ത് പിടിച്ചെടുക്കാൻ കച്ചമുറുക്കി 2020. പഞ്ചായത്തിലെ 14 വാർഡുകളിൽ 13ലും ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തി ഭരണം പിടിക്കാനാണ് 2020 തയ്യാറെടുക്കുന്നത്. സ്ഥാനാർത്ഥികൾ നിരണം ഗ്രാമപഞ്ചായത്ത് വരണാധികാരി മുമ്പാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വനിതകൾക്ക് പ്രാധാന്യം നൽകിയിട്ടുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് പാർട്ടി തയ്യാറാക്കിയിരിക്കുന്നത്. വാർഡ് 1-ൽ ബീന മാത്യു, 2-ൽ രമ്യദാസ്, 3-ൽ സുഭാഷ്, 4-ൽ ത്രേസ്യാമ ജോർജ്, 5-ൽ റെജി ജോസഫ്, 6-ൽ എബ്രഹാം തോമസ്, 7-ൽ ഡി വിദ്യാചന്ദ്രൻ, 8-ൽ രാധാമണി സജി, 9-ൽ പ്രീതി മറിയം, 10-ൽ KP പ്രഫുൽ ചന്ദ്രദേവ്, 11-ൽ മറിയാമ്മ തോമസ്, 13-ൽ സൗമ്യ ജനാർദ്ദനൻ, 14-ൽ MS സന്തോഷ് എന്നിവരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നത്. വാർഡ് 12-ൽ സ്ഥാനാർത്ഥിയില്ല. മാങ്ങ ചിഹ്നത്തിലാണ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. കിഴക്കമ്പലം അടക്കം 4 പഞ്ചായത്തുകളാണ് 2020 ഭരിക്കുന്നത്. ഈ പാർട്ടിയിൽ നിരണത്തെ ജനങ്ങൾ ആകൃഷ്ടരായത് എന്നും നിരണത്തിന്റെ സമഗ്ര വികസനമാണ് ലക്ഷ്യമെന്നും പഞ്ചായത്ത് കോർഡിനേറ്റർ അഡ്വക്കേറ്റ് സോമനാഥൻ പിള്ള പറഞ്ഞു. നിരണം അപ്പർ കുട്ടനാടിന്റെ ഭാഗമായുള്ള പൂർണ്ണമായും കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന 70% ആൾക്കാർ ജീവിക്കുന്ന ഒരു മേഖലയാണ്. കാർഷിക രംഗത്തുണ്ടായ അപചയവും വികസനത്തിലുണ്ടായ തകർച്ചയും മാറി മാറി വരുന്ന ഇടതു വലത് മുന്നണികളുടെ ഗ്രാമപഞ്ചായത്തിലെ ഭരണവും ഈ നിരണം പഞ്ചായത്തിനെ വളരെയധികം പിന്നോട്ടടിച്ച ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. അങ്ങനെ ഇരിക്കെയാണ് ബഹുമാനപ്പെട്ട സാബു M. ജേക്കബ് നേതൃത്വം നൽകുന്ന 2020 ഭരിക്കുന്ന കിഴക്കമ്പലം പഞ്ചായത്തിൽ ഈ നാട്ടിലെ കുറേയധികം ആൾക്കാർക്ക് പോയി സന്ദർശിക്കാനുള്ള ഭാഗ്യമുണ്ടായത്. അവിടുത്തെ വികസന സാഹചര്യങ്ങളും ആൾക്കാരുടെ ജീവിത സാഹചര്യങ്ങളുടെ ഉയർച്ചയെ മനസ്സിലാക്കിക്കൊണ്ട് എന്തുകൊണ്ട് ഈ നാട്ടിൽ നിരണത്ത് 2020യുടെ സ്വാധീനം ഉണ്ടായിക്കൂടാ എന്ന് നാട്ടുകാർ ഉയർത്തിയ ഒരു ചോദ്യമാണ് ഇന്ന് ഈ കാണുന്ന 2020 എന്ന ഓഫീസിന് ആവശ്യം. തികച്ചും സത്യസന്ധമായ രീതിയിൽ ആത്മാർത്ഥതയോടെ ഓരോരുത്തരും ഈ 14 വാർഡുകളിലും പ്രവർത്തിച്ച് എല്ലാ വാർഡുകളിലേക്കും സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാൻ ആയി എന്നുള്ളത് 2020ക്ക് അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ്. അതേസമയം മുഴുവൻ വാർഡുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തി LDF-ഉം UDF-ഉം മത്സര രംഗത്തുണ്ട്. 14 വാർഡുകളിൽ 11-ൽ സ്ഥാനാർത്ഥികളുമായി NDAയും രംഗത്തുണ്ട്. 2020യുടെ കടന്നുവരവ് തിരഞ്ഞെടുപ്പ് രംഗത്ത് തങ്ങൾക്കൊരു കാരണവശാലും ഭീഷണിയാവില്ല എന്ന് LDF, UDF, NDA മുന്നണി നേതാക്കൾ പ്രതികരിച്ചു. എൻ്റെ പേര് ബിനീഷ് കുമാർ VT എന്നാണ്. ഞാൻ കഴിഞ്ഞ LDF ഭരണസമിതിയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു. 2020 നിരണം പോലൊരു പ്രദേശത്ത് ഞങ്ങൾക്കൊരു ഭീഷണിയല്ല. കാരണം ഇത് അപ്പർ കുട്ടനാടാണ്. സാധാരണക്കാർ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. ഒരുപാട് സമര പോരാട്ടങ്ങളിലൂടെയാണ് ഇന്ന് ഈ കാണുന്ന നേട്ടങ്ങളൊക്കെ ഞങ്ങൾ നിരണത്ത് നേടിയെടുത്തത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പ്രമാണി നേതൃത്വം കൊടുക്കുന്ന ഇല്ലെങ്കിൽ കോർപ്പറേറ്റുകൾ നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടനയായി 2020 വരുമ്പോൾ ഞങ്ങൾക്ക് അതിനകത്ത് ഒരു ആശങ്കയില്ല. ജനങ്ങൾ ഞങ്ങൾക്കൊപ്പം നിൽക്കും എന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട്. അവരുടെ സ്ഥാനാർത്ഥി 13 വാർഡുകളിൽ നിർത്തിയാൽ പോലും ഞങ്ങളെ ഒരു തരത്തിലും ഞങ്ങളുടെ ഇടതുപക്ഷത്തിൻ്റെ വിജയത്തിന് അത് ബാധിക്കില്ല എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഞങ്ങൾ നല്ല ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ അധികാരം പിടിച്ച് ഞങ്ങൾ ഈ പഞ്ചായത്തിൽ ഭരണം ഞങ്ങൾ കൊണ്ടുവരും. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. ജനം ഞങ്ങളുടെ കൂടെയാണ്. ജനങ്ങൾക്കറിയാം ഈ ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ 2020 എന്ന് പറയുന്ന കോർപ്പറേറ്റുകൾ നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടന, ആ സംഘടന നിരണം പോലൊരു പ്രദേശത്ത് ക്ലച്ച് പിടിക്കില്ല എന്നുള്ള പൂർണ്ണ ബോധം ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഈ എല്ലാവർക്കും അത് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ആദ്യത്തെ ആ വരവ് തന്നെ വലിയ കോളിളക്കമൊക്കെ സൃഷ്ടിച്ച് വന്നെങ്കിൽ ഇപ്പോൾ അത് പതുക്കെ തണുത്ത് ഇന്ന് അവർക്ക് സ്ഥാനാർത്ഥിയെ പോലും പല വാർഡുകളിലും കിട്ടാതെ പല സ്ഥലങ്ങളിൽ നിന്നും ഈ നിരണം പഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിൽ നിന്ന് പലയിടങ്ങളിലായിട്ട് സ്ഥാനാർത്ഥികളെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് അവർ നിൽക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു സംവിധാനം ഇതെന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് ഭരണമാണ്. കോർപ്പറേറ്റ് ഭരണം എന്ന് പറയുമ്പോൾ മുതലാളി പറയുന്നത് മാത്രമേ കേൾക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ആ മുതലാളിത്ത ഭരണം നിരണം പോലൊരു പ്രദേശത്ത് നടക്കില്ല എന്നുള്ളത് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മനസ്സിലാവും. ശക്തമായ ചതുഷ്കോണ മത്സരത്തിനാവും ഇക്കുറി നിരണം സാക്ഷിയാവുക.